നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിത്ർ നിസ്കാരത്തെ കുറിച്ചാണ്. വിത്ർ എത്ര റക്അത്താണ്, എപ്പോൾ നിസ്കരിക്കണം, അതുപോലെ തന്നെ 3 റക്അത്ത് നാം പള്ളിയിൽ നിന്ന് റംസാനിക്ക് ജമാഅത്തായി നിസ്കരിച്ചു, ബാക്കി വീട്ടിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ വിത്റിൽ ഓതേണ്ട സൂറത്തുകൾ, എല്ലാ കാര്യങ്ങളും വിത്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിത്ർ നിസ്കാരം വളരെ ശ്രേഷ്ഠതയുള്ള വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിത്ർ നിസ്കരിക്കാൻ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വിത്ർ നിസ്കാരം നമ്മുടെ കൽബിൽ ഈമാൻ ഉറച്ചു നിൽക്കാൻ, ഈമാൻ ദൃഢമാകാനൊക്കെ വിത്ർ നിസ്കാരം ഉതകുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിത്ർ നിസ്കാരം പതിവായി നിസ്കരിക്കാത്തവൻ, തീരെ വിത്ർ നിസ്കരിക്കാത്തവൻ അവൻ ഫാസിഖാണ്, അവനക്ക് സാക്ഷിത്വത്തിന്, അവനക്ക് സാക്ഷി നിൽക്കാൻ പോലും അർഹതയില്ലാത്ത ഫാസിഖാണ് എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിത്ർ നമ്മൾ പതിവാക്കണം. വലിയ പുണ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന, ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന വലിയ മഹത്തായ ഒരു ഇബാദത്താണ്, ഒരു സൽക്കരമാണ് വിത്ർ നിസ്കാരം എന്ന് പറയുന്നത്. അതിനെ നാം നിലനിർത്തുന്നവനാകണം. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിത്ർ നിസ്കാരത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് വിത്ർ നിസ്കാരം റമദാൻ മാസത്തിൽ പ്രത്യേകം ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുണ്ട്, മറ്റു മാസങ്ങളിൽ സുന്നത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. വിത്ർ നിസ്കരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞത് മുതലാണ്. ഇശാക്ക് ശേഷം മുതൽ സുബ്ഹ് വരെയാണ് അതിന്റെ സമയം, വിത്റിന്റെ സമയം എന്ന് പറയുന്നത്. രാത്രിയിലെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാക്കുന്നതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം. ഏറ്റവും അവസാനം ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുമെന്നുണ്ടെങ്കിൽ തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അല്ലെങ്കിൽ ഉറങ്ങിയാൽ എഴുന്നേൽക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇശാ നിസ്കാരം കഴിഞ്ഞ റവാത്തിബ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിക്കുക. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യുക? നിങ്ങൾ വിത്ർ നിസ്കാരം ഇശാക്ക് ശേഷം എന്ത് ചെയ്യുക? നിസ്കരിക്കുക. അതുപോലെ തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ വിത്ർ നിസ്കാരം തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കുക എന്ന് കൽപ്പിക്കുന്നുണ്ട് ഹബീബായ തങ്ങൾ. കാരണം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറച്ച് ബലഹീനനായ ആളാണ്. ചിലപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടായതുകൊണ്ട്, ഒരു സംശയം ഉണ്ടായതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്, അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് കിതാബുകൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിക്കുക. ഇനി റമളാനിക്ക് നമ്മൾ തറാവീന് ശേഷം എന്താവും? ജമാഅത്തായി നിസ്കരിക്കും വിത്ർ. അപ്പോ നമുക്ക് ജമാഅത്ത് കിട്ടുമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ആ തറാവിന്റെ കൂടെ നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി രാത്രിയിലെ ഏറ്റവും അവസാനത്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതി. അത് നാം മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇനി ഇശാ നിസ്കാരത്തെ മഗ്രിബിലേക്ക് ജമാഅക്കി നിസ്കരിക്കുകയാണ്. ആ സമയത്ത് എപ്പോഴാണ് വിത്ർ നിസ്കരിക്കേണ്ടത്? അപ്പം മഗ്രിബ് നിസ്കാരം നമ്മൾ ജമാഅക്കി നിസ്കരിക്കുമ്പോൾ, ഇശായിനെ മഗ്രിബിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആദ്യം മഗ്രിബ് നിസ്കരിക്കും, പിന്നെ ഇശാ നിസ്കരിക്കും. അങ്ങനെ ആ ഇശാ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ മഗ്രിബിന്റെ സമയത്ത് തന്നെ നമുക്ക് വിത്ർ നിസ്കരിക്കാമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, നമുക്കുള്ള ഒരു സംശയമാണ്. അതുപോലെ തന്നെ പിന്നെ മനസ്സിലാക്കേണ്ട വിത്റിന്റെ റക്അത്തുകളുടെ എണ്ണമാണ്. ഏറ്റവും ചുരുങ്ങിയതൊന്നും ഏറ്റവും കൂടിയത് 11 ഏറ്റവും ചുരുങ്ങിയതൊന്നും ഏറ്റവും കൂടിയത് 11. സാധാരണ നമ്മൾ നിസ്കരിക്കേണ്ടത് 3 റക്അത്താണ്. 3 റക്അത്താണ് സാധാരണ നിസ്കരിക്കുക. ഒരു റക്അത്ത് മാത്രം എന്നും പതിവാക്കി നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നും ഇങ്ങനെ ഒരു റക്അത്ത് മാത്രം നിസ്കരിക്കൽ കറാഹത്താണ്, അത് പാടില്ല. 3 റക്അത്ത് എന്ത് ചെയ്യണം? നമ്മൾ 3 റക്അത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ചുരുങ്ങിയത് നിസ്കരിക്കണം. അത് നിലനിർത്താൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് ഒരു റക്അത്ത് മാത്രം പതിവാക്കാൻ പാടില്ല, അത് കറാഹത്താണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ 3 റക്അത്ത് നമുക്ക് പള്ളിയിൽ നിസ്കരിച്ചു, ജമാഅത്തായിട്ട് എന്തായി? ഈ റമളാനിക്കൊക്കെ 3 റക്അത്ത് എന്ത് ചെയ്തു? പള്ളിയിൽ നിസ്കരിച്ചു. ബാക്കി വീട്ടിൽ പോയിട്ട് ബാക്കി 11 പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊരു സംശയം. അത് നമ്മുടെ മദ്ഹബിലെ ഷാഫി മദ്ഹബിലെ ഫുഖാക്കൾ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഷാഫി മദ്ഹബിന്റെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അങ്ങനെ പറ്റുകയില്ല എന്നതാണ്. 3 റക്അത്ത് പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിച്ചു ബാക്കി വീട്ടിൽ പോയി നിസ്കരിക്കുക, അങ്ങനെ പറ്റുകയില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. പക്ഷെ മറ്റു വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും
അങ്ങനെ നിസ്കരിക്കാം എന്നുള്ള വീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ വിത്രിൽ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ, പ്രത്യേകമായ സുന്നത്തുള്ള സൂറത്തുകൾ ഏതാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിസ്മ റബ്ബിക്കൽ അഅലയും, രണ്ടാമത്തെ റക്അത്തിൽ കാഫിറൂൻ കുല്യായുൽ കാഫിറൂനും, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദതൈനി ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ 3 സൂറത്തുകൾ മൂന്നാമത്തെ റക്അത്തിലും എന്ത് ചെയ്യുക, ഓതുക. അതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള കാര്യം. അങ്ങനെ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ, ഇനി 3-ൽ കൂടുതൽ നിസ്കരിക്കുമ്പോഴോ ആദ്യത്തെ 2 റക്അത്തിൽ എന്ത് ചെയ്യുക, ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യൽ സുന്നത്തുണ്ടെന്ന് ഫുഖാക്കൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. പിന്നത്തെ അവസാനത്തെ 3 റക്അത്തിൽ നാം ഈ പറഞ്ഞ സൂറത്തുകളും പാരായണം ചെയ്യുക. അത് പിന്നെ ബാക്കിയുള്ള റക്അത്തുകളിലൊന്നും പ്രത്യേകമായ സുന്നത്തായ സൂറത്തുകൾ ഇല്ല എന്ന് ഇആനത്തു ത്വാലിബീനിൽ മഹാനായ സയ്യിദുൽ ബഖരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പക്ഷേ നിഹായത്ത് സൈനിൽ കാണാൻ സാധിക്കും ഓരോ ഈ 2 റക്അത്തിൽ 3-ൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ ഓരോ ഈ 2 റക്അത്തിലും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് നിഹായത്ത് സൈനിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഈ സൂറത്തുകളുടെ സുന്നത്തായ രീതി ഇങ്ങനെയാണുള്ളത്. അപ്പോൾ അള്ളാഹു അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ, അതനുസരിച്ച് ഫിത്ർ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫിത്ർ നിസ്കാരത്തിലേക്ക് ഇനി പ്രവേശിക്കാൻ പോവുകയാണ്. പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ടുള്ളത് നിയ്യത്താണ്. നിയ്യത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയത്, ഫിത്ർ നിസ്കാരം 11 റക്അത്താണല്ലോ. 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റും എന്നത്, 1 മുതൽ 11 വരെ ഒന്നിച്ചങ്ങനെ ഒരൊറ്റ അത്തഹിയാത്ത് കൊണ്ട് അവസാനിക്കുന്ന, അല്ലെങ്കിൽ 2 അത്തഹിയാത്ത് കൊണ്ട് അവസാനിക്കുന്ന രീതിയിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നൊരു സംശയം. അങ്ങനെ പറ്റും, പക്ഷെ ഏറ്റവും നല്ലത് ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കുന്നതാണ്. 2 റക്അത്ത് നിസ്കരിക്കുക, അത്തഹിയാത്ത് ഓതുക, സലാം വിട്ടുക, 2 റക്അത്ത് നിസ്കരിക്കുക, അത്തഹിയാത്ത് ഓതുക, സലാം വിട്ടുക, അങ്ങനെ ഈ 2 റക്അത്ത് പിന്നെ 1 റക്അത്ത് നിസ്കരിച്ച് നിസ്കാരത്തെ പൂർത്തീകരിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ നല്ല അഫ്ളലായിട്ടുള്ള രീതി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അവലംബിക്കുക, അത് തന്നെ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് നിസ്കാരത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നിയ്യത്താണ്. 2 റക്അത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്നതാണ് പരിപൂർണമായ നിയ്യത്ത് എന്ന് പറയുന്നത്. ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൈനി ലില്ലാഹി തആല എന്ന് പറഞ്ഞാലും മതി. പരിപൂർണമായ നിയ്യത്ത് നാം ഈ പറഞ്ഞ രീതി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതിൽ ഇനി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മഅൽ ഇമാമി എന്നുകൂടെ കൂട്ടിക്കൊടുക്കണം. മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യണം, മഅൽ ഇമാമി, ഇമാമോട് കൂടെ എന്ത് ചെയ്യണം, കൂട്ടിക്കൊടുക്കണം. 2 റക്അത്ത് വിത്ർ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോട് കൂടെ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അതാ ആയിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് പരിപൂർണമായ രീതി. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ നിയ്യത്ത് വെക്കുക. അല്ലെങ്കിൽ 2 റക്അത്ത് വിത്ർ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോട് കൂടെ ഞാൻ നിർവഹിക്കുന്നു എന്ന് ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയ രീതി അതാണ് നിയ്യത്തിന്റെ. അങ്ങനെ നിയ്യത്ത് വെക്കുക. ഇനി 1 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൻ മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല, അവിടെയും ഇമാം ഉണ്ടെങ്കിൽ മഅ്മൂമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ മഅൽ ഇമാമി, ഇമാമായിട്ട് നിൽക്കുന്നവൻ എന്തായി ഇമാമൻ എന്ന് എന്ത് ചെയ്യണം, നിയ്യത്തിൽ കരുതണം. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ഇൻഷാ അല്ലാഹ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയാണ് നിയ്യത്ത് വരുന്നത്. ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം വജ്ജഹത്തു ആണ്. വജ്ജഹത്തു നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ്, നമ്മൾ സാധാരണ നിസ്കാരത്തിലൊക്കെ പാരായണം ചെയ്യുന്ന വജ്ജഹത്തു വജ്ഹില്ലദി ഫത്തറ സമാവാതി, ആ വജ്ജഹത്തു ആണ് ഏറ്റവും നല്ലത്. അത് പൂർണ്ണമായിട്ട് ഓതാൻ കഴിയുമെങ്കിൽ, ചൊല്ലാൻ കഴിയുമെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യാം, ചൊല്ലുക. അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് മാത്രം പറയുക. ശ്രദ്ധിക്കുക, ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറയുക. വജ്ജഹത്ത് ഒഴിവാക്കരുത്, ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കരുത്. ഒഴിവാക്കുന്നതിന് പകരം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് മാത്രം പറഞ്ഞാൽ വജ്ജഹത്തിന്റെ സ്ഥാനത്ത് അത് നിൽക്കുമെന്നാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തഹിയാത്തിലാണ്. അത്തഹിയാത്തിൽ നമ്മൾ വെറും അത്തഹിയാത്ത് ഓതി സലാം വിട്ടരുത്. നബിത്തങ്ങളുടെയും കുടുംബത്തിന്റെയും മേൽ എന്താണ്, സലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ത് ചെയ്യണം, നമ്മൾ അതുകൂടെ എന്താണ് പറയണം അത്തഹിയാത്ത് കഴിഞ്ഞ ഉടനെ. എന്നിട്ട് എന്ത് ചെയ്യാം, അവസാനത്തെ ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലിമാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന ആ ദുആ ഉണ്ടല്ലോ, ആ ദുആ പരിപൂർണമായിട്ട് അത് ഓതാൻ കഴിയുമെങ്കിൽ അതന്നെ ചൊല്ലുക. പക്ഷെ ഇനി അത് ഓതുന്നില്ലെങ്കിൽ ആ ദുആഇന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്നുള്ള ആ പ്രാർത്ഥന എന്ത് ചെയ്യുക, അവസാനത്തെ ആ പ്രാർത്ഥന ഇതിൽ കൊണ്ടുവരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം ഉറക്കെ പറയൽ എന്തുണ്ട്, പ്രത്യേകം സുന്നത്തുണ്ട്. സലാം വീട്ടിക്കഴിഞ്ഞാൽ വിത്ർ നിസ്കാരം പരിപൂർണമായി കഴിഞ്ഞ് അതിനുശേഷം സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് എന്ന് എന്ത് ചെയ്യാം, 3 പ്രാവശ്യം പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വിത്റിൽ നമ്മൾ പ്രത്യേകം
നിർവഹിക്കേണ്ട വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പ്രത്യേകം നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥന, സുന്നത്തായിട്ടുള്ള വലിയ മഹത്വമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാ അലൈക അൻത കമാ അസനൈത അലാ നഫ്സിക എന്നുള്ള ഈ പ്രാർത്ഥന. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ നമുക്ക് കൂടുതൽ പ്രാർത്ഥനകൾ ആഡ് ചെയ്ത് കൊടുക്കാം, കൂടുതൽ ഉൾപ്പെടുത്തി കൊടുക്കാം. ഇതാണ് ചുരുങ്ങിയ പ്രാർത്ഥന. ഇത് എന്ത് ചെയ്യുക, വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. അതിന്റെ കൂടെ മറ്റു പ്രാർത്ഥനകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ക്രീനിൽ എന്ത് ചെയ്യാം, മറ്റു റമദാൻക്ക് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം, റമദാനിലെ 15 ശേഷം, റമദാൻ 15 ശേഷമുള്ള വിത്റിൽ എന്തുണ്ട്, പ്രത്യേക കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. റമദാൻ മാസത്തിൽ നമ്മൾ 15 ശേഷം, നമ്മൾ 16ാമത്തെ തറാവി നിസ്കരിക്കുമ്പോൾ, അതിനുശേഷം വിത്ർ നിസ്കരിക്കുമ്പോൾ അതിലെന്തുണ്ട്, പ്രത്യേകം കുനൂത്ത് പാരായണം ചെയ്യൽ. കുനൂത്ത് എന്തുണ്ട്, പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഒഴിവാക്കിയാൽ സഹവിന്റെ സുജൂദ് ചെയ്യണം എന്നൊക്കെ ഫുഖാക്കൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മൾ വിത്ർ നിസ്കാരത്തെ കുറിച്ച് പരിപൂർണമായി പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിൽ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.